ഉമേഷ് കൊച്ചിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഫലമറിയാൻ ബാക്കിയുള്ളത്. നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ LDF ഭരണം നിലനിർത്തുമോ എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമ്മുടെ ഈ യാത്രാ വഴികളിൽ ഏറ്റവും കൂടുതൽ മികവുറ്റ അഭിപ്രായങ്ങൾ കേട്ട ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക തലസ്ഥാനമായ കോർപ്പറേഷൻ, ഒപ്പം തന്നെ ജില്ലയുടെ പൊതുവായ മറ്റു ചിത്രവും. മനു, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമെമ്പാടും വലിയ ഇടത് മുന്നേറ്റം ഉണ്ടായ സമയത്ത് UDFന് അല്പമെങ്കിലും ആശ്വാസം നൽകിയൊരു ജില്ല എറണാകുളമാണ്. ഈ മുനിസിപ്പാലിറ്റികളാണെങ്കിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ ഒരല്പം മേൽക്കൈ UDFനുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും കൊച്ചി കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന് തന്നെയാണ് അവിടെ മുന്നേറ്റം ഉണ്ടായത്. ഇടതുപക്ഷമാണ് കഴിഞ്ഞ 5 വർഷവും ഭരിച്ചത്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു ആശ്വാസമൊന്നും ഇത്തവണ UDFന് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണി ഉറപ്പിച്ചു പറയുന്നത്. ജില്ലയിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാകും എന്ന് ഉറപ്പിക്കുകയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇടതുമുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നടപ്പാക്കിയത്. മനു, ഇപ്പോൾ കോർപ്പറേഷനിലെ കാര്യമാണ് ചോദിച്ചത്. കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണി കോർപ്പറേഷൻ ഭരിച്ചത്. 74 ഡിവിഷനുകളിലേക്കായിരുന്നു മത്സരമുണ്ടായത്. അതിൽ 37 ഡിവിഷനിലാണ് ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചത്, 32ആണ് UDFന്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലയിൽ LDF ചൂണ്ടിക്കാണിക്കുന്നത്. വലിയൊരു ആധിപത്യം LDFന് ഉണ്ടാകും. 40-ന് മുകളിൽ സീറ്റ്, വലിയ തരത്തിൽ ഏകപക്ഷീയമായൊരു വിജയം കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിനുണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. വികസന പദ്ധതികൾ എടുത്തു പറയാവുന്ന, ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമാവുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അല്ല ഉമേഷ്, അതിൽ എനിക്ക് ബോധ്യപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഉപകാരപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. അതുപോലെ എത്രയോ മനുഷ്യർക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. ഒന്ന്, കൊച്ചിയിലെത്തിയപ്പോൾ ഞാൻ കണ്ടത് സമൃദ്ധി ഹോട്ടൽ. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നപ്പോൾ സമൃദ്ധിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇടവന്നു. ചെറിയ പൈസയ്ക്ക് നല്ല ഒന്നാന്തര ഫുഡ്. അത് വേറെ എവിടെ കിട്ടും അത്ര മികവോടെ? അത് കൊച്ചി കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലല്ലേ? എന്നെപ്പോലെ ആ നഗരത്തിൽ വല്ലപ്പോഴും വന്നു പോകുന്ന എത്രയോ മനുഷ്യർക്ക്, ആ നഗരത്തിൽ സ്ഥിരമായി താമസിക്കുന്ന എത്രയോ മനുഷ്യർക്ക് അത് ഉപകാരമായിട്ടുണ്ടാകാം. മറ്റൊന്ന്, നഗരത്തിൽ വെള്ളക്കെട്ടൊക്കെ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. നഗരം ആകപ്പാടെ ഒന്ന് സുന്ദരമായിരിക്കുന്നു. അവിടുത്തെ ആ മാലിന്യ കൂമ്പാരമൊക്കെ മാറി കൊച്ചി ഒന്ന് മിനുങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഒന്ന് മുഖം മാറിയിരിക്കുന്നു. അത് തന്നെ ഒരു പ്രത്യക്ഷമായ ഒരു മാറ്റമാണല്ലോ. അതെ, 5 വർഷം മുമ്പ് കണ്ട ഒരു കൊച്ചിയല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അതിന് മുൻപ്, ഈ 5 വർഷത്തിന് മുൻപ് 10 വർഷക്കാലം UDF ആണ് കൊച്ചി കോർപ്പറേഷൻ ഭരിച്ചത്. ഈ ബ്രഹ്മപുരത്തുണ്ടായ മാലിന്യ മലയൊക്കെ ആരുടെ സംഭാവനയാണെന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ഇടത്ത് ഇപ്പോൾ പോയി നോക്കിയാൽ മലയെല്ലാം പൂർണ്ണമായും നീങ്ങി അവിടെ പ്ലാന്റുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്, പൂന്തോട്ടം. അങ്ങനെ വലിയ മാറ്റം അവിടെ ഉണ്ടായതാണ്. അത് ഇപ്പോൾ മനു സമൃദ്ധിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, സാധാരണക്കാർക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ ഈ നഗരത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് നഗരത്തിൽ മാത്രമല്ല, ഇനി ഗ്രാമങ്ങളിലേക്ക് ചെന്നാലും അവിടെയെല്ലാം ഇടതുമുന്നണി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വലിയ മാറ്റം ഉണ്ടായതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ UDFനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമുണ്ടായത്, ഈ 5 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയൊക്കെയാണ് അവർ പ്രചാരണം തുടങ്ങിയതെങ്കിലും വിമതരുടെ ശല്യം ആദ്യമേ തന്നെ വരികയാണ്. ഈ കോർപ്പറേഷനിൽ മാത്രം 13 വിമതർ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചെറിയ ആരെങ്കിലും അല്ല എന്നുള്ളതാണ്. നേരത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നവർ ഉൾപ്പെടെയൊക്കെയാണ് വിമതരായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് അതെല്ലാം വലിയ തരത്തിൽ UDFന് തലവേദനയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം ഈ മറ്റ് ജില്ലകളിലെല്ലാം ഇപ്പോൾ കോഴിക്കോടൊക്കെ പറഞ്ഞത് കേട്ടുപോലുള്ള സംഭവങ്ങൾ, ഇവിടെ ഈ പറവൂർ VD സതീശൻ്റെ തട്ടകമാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ തട്ടകമായ പറവൂർ മണ്ഡലത്തിലടക്കം ഈ വർഗീയ കക്ഷിയുമായുള്ള കൂട്ടുകെട്ട്, അതൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്താണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട്, പലയിടത്തും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമി നേതാവൊക്കെയാണ് പറവൂരിൽ മുസ്ലിം ലീഗിന് പുറമെ 2ാം കക്ഷിയായി വരുന്നത് ജമാഅത്തെ ഇസ്ലാമി ആവുന്ന കാഴ്ചയൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന് പുറമെ ഒട്ടേറെ വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥ. അത് ഈ പറവൂർ മുനിസിപ്പാലിറ്റിയിലടക്കം പലയിടത്തും
BJPക്ക് സ്ഥാനാർത്ഥികളില്ല. അതൊക്കെ അത്തരത്തിലുള്ള ബാന്ധവം ഏറെ ചർച്ചയായതാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ നാളെ രാവിലെ 8 മണിക്ക് മറ്റെല്ലായിടത്തും പോലെ തന്നെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 111 തദ്ദേശ സ്ഥാപനങ്ങളിലായി 7374 സ്ഥാനാർത്ഥികളുടെ ജനവിധിയാണ് നാളെ അറിയുക. 28 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. അത് കൊച്ചി കോർപ്പറേഷനിൽ ഒഴിച്ചാൽ മറ്റെല്ലായിടത്തും ഈ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും മുനിസിപ്പാലിറ്റികളും വെവ്വേറെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. അതിന് പുറമെ കൊച്ചി കോർപ്പറേഷനിൽ 1. അങ്ങനെ ആകെ 28 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുക. ഉച്ചയോടെ തന്നെ അന്തിമ ചിത്രം ഏതാണ്ട് വ്യക്തമാവുകയും ചെയ്യും. മനു. ഓക്കെ, താങ്ക് യു ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെ എത്രയെത്ര മനോഹരമായ പദ്ധതികളല്ലേ, നമുക്ക് അതിലേക്ക് വരാൻ കേട്ടോ.